ഹലോ, വെൽക്കം ടു വാരണാസി വ്ളോഗ്. അപ്പോൾ നമ്മൾ വാരണാസിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു 4 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. അപ്പം ഞാനും ശ്യാം ചേട്ടനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറി നേരെ ബാംഗ്ലൂർ ചെന്നിട്ട് കണക്ഷൻ ഫ്ലൈറ്റാണ് നമുക്കുള്ളത്. കണക്ഷൻ ഫ്ലൈറ്റ് അവിടുന്ന് രാവിലെയാണ് നമുക്ക് വാരണാസിയിലേക്കുള്ള ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ രാത്രി ഫുൾ ഉറക്കൊളച്ചിരുന്നാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് നമ്മൾ കാശി വിശ്വനാഥ ടെമ്പിളിൽ പോയതാണ്. അപ്പോൾ രാവിലെ കുളിച്ച് റെഡിയായി നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇതുപോലെ ഓട്ടോ ഇതുപോലെ സൈഡിൽ ഫുള്ള് റിക്ഷകളാണ്. ഇതുപോലെ സൈക്കിൾ റിക്ഷ ഉണ്ട്. അതുപോലെ ഈ കാണുന്ന റിക്ഷകളെല്ലാം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്നതാണ്. ഭയങ്കര ഒരു തിരക്കുള്ള റോഡാണ്. സൈഡിൽ ഫുള്ള് കച്ചവടക്കാർ, അതുപോലെ തന്നെ ഒത്തിരി വണ്ടി, ആൾക്കാർ. ഈ ഒരു വളവ് അങ്ങോട്ട് കഴിയുമ്പോൾ ഭയങ്കര തിരക്ക് കാരണം ഈ വണ്ടിക്കും ബുദ്ധിമുട്ടാണ്. പുള്ളി ചവിട്ടിയിട്ട് ഈ സൈക്കിൾ നീങ്ങാത്തത് എൻ്റെ വെയിറ്റ് കൊണ്ടിട്ടാണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ചേട്ടന് തീരെ താല്പര്യമില്ലായിരുന്നു ഈ വണ്ടിയെ കയറണം. അത് കേട്ട് ഞാൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്ക് മലയാളം മനസ്സിലാവാത്തതുകൊണ്ട് ചേട്ടൻ എന്നെ കളിയാക്കിയതൊന്നും ആർക്കും മനസ്സിലായില്ല. അത് നമുക്ക് ഫ്രീ ദർശനമുണ്ട്. അതുപോലെ തന്നെ പാസ് എടുത്തിട്ട് വേഗം കയറാം. വേഗം നമ്മൾ പാസ് എടുക്കാതെ കയറുകയാണെങ്കിൽ ഒരു 1 hour നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. ഞങ്ങൾ പാസ് എടുക്കാതെ ഒരു 1 hour ക്യൂ നിന്നാണ് അമ്പലത്തിൽ തൊഴുതത്. അതുപോലെ തന്നെ നമുക്ക് 500 രൂപ 1000 രൂപയൊക്കെയാണ് പാസിന് വരുന്നത്. വേഗം കയറി ക്യൂ ദർശനം കഴിഞ്ഞൊരു 2 മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ സംസ്കാർ ഘട്ട്, അപ്പം അവിടെയും കൂടെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് പിതുക്കെ അങ്ങ് നടന്നു. ചേട്ടന് കുറേ രുദ്രാക്ഷം മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം മേടിക്കണം എന്ന് വേണ്ടിയിട്ട് നമ്മൾ കുറേ മലയാളീസിനെയൊക്കെ അവിടെ കണ്ടു. ഇതുപോലെ ശവം ദഹിപ്പിക്കുന്ന, അതായത് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളാണ് അവിടെ മൊത്തം. അപ്പോൾ അത് നമ്മൾ ലൈവായിട്ട് ഇതുപോലൊരു ബോഡി ഉണ്ടെന്ന് ദഹിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാരി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. ആക്ച്വലി ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം തുടങ്ങുകയുള്ളൂ. അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഫ്ലൈറ്റിൽ കൊച്ചിയിലേക്ക്, കണക്ഷൻ ഫ്ലൈറ്റാണ് ഇതും വരുന്നത്. നേരെ നമ്മൾ ഇൻഡിഗോയിലാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഫ്ലൈറ്റാണ് ഇതാ വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലാണ് എത്തുന്നത്. ഒരു 11 മണി രാത്രി ആയപ്പം നമ്മൾ കൊച്ചിയിൽ.